സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിക്കുകയാണ് മീഡിയ വൺ. സ്വാഗതം എല്ലാവർക്കും. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് പൊതുവിൽ വിചാരിക്കപ്പെട്ടതിനേക്കാൾ വലിയൊരു വിജയം UDF സമ്മാനിച്ചിട്ടുണ്ട്. അതിന് UDF കാണുന്ന പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഭരണപരമായ നയങ്ങളുമായി ബന്ധപ്പെട്ടത്, സർക്കാരിൻ്റെ പലതരത്തിലുള്ള സമീപനങ്ങളുള്ള വിയോജിപ്പൊക്കെ ഉണ്ടാവാം. അതിനപ്പുറം വളരെ ഒരു കീ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്ന് UDF കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്? പൊളിറ്റിക്കൽ ഫാക്ടർ തന്നെയാണ്. കാരണം വെച്ചാൽ 10 വർഷമായി ഭരിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾക്ക് മടുത്തു. അതുതന്നെയാണ് കാരണം. വല്ലാത്ത മടുപ്പ് ഈ ഗവൺമെൻറ്റിനോടുണ്ട്. അതിനി മാറ്റാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അതാണെങ്കിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും പെട്ടെന്നുള്ള ഒരു വിഷയം കൊണ്ടും അത് മാറാൻ പോകുന്നില്ല. മടുത്തു. കണ്ട് ഇവരെ ചെയ്തികൾ കണ്ട് മടുത്തു. അതാണ് വിഷയം. എന്ത് ചോദിച്ചാലും പണമില്ല എന്ന് പറയും. സാമ്പത്തിക ശേഷിയില്ല. ആശാവർക്കർമാരുടെ സമരം അവിടെ കണ്ടില്ല. ഒരു കേരളത്തിലല്ലാത്ത എല്ലാ സ്റ്റേറ്റിലും ഇതുപോലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്ത് അത്തരം സമരം അവസാനിപ്പിക്കുക ചെയ്തു. ഒരു ലോ വരുമാനക്കാരല്ലേ എന്നുള്ളൊരു അനുഭാവം കാണിച്ചു. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് പണമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പണം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടിലാക്കി സംസ്ഥാനത്തെ. അതും അവരുടെ ചെയ്തികളാണ്. അതൊരു ഫാക്റ്റാണ്. പക്ഷേ ഇത്രയും പാവപ്പെട്ട ആളുകളോട് പോലും ഒരു അനുഭാവം കാണിക്കാൻ കഴിയാത്ത വിധം അവർ പൊളിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഭരണപരാജയം തന്നെയാണത്. അങ്ങനെ ഒരു ഗവൺമെൻറ്റിനും കേരളത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത്ര സാമ്പത്തിക പ്രയാസം ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്കുണ്ടാകുന്ന കടുത്ത ഒരു മടുപ്പുണ്ടല്ലോ. ഈ അവരെന്ത് പ്രോമിസ് ചെയ്തിട്ടും കാര്യമില്ല. ആ മടുപ്പാണ് പ്രധാന കാരണം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സർക്കാരിന്റെ ആ തരത്തിലുള്ള ഭരണപരമായ പ്രശ്നങ്ങൾ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നതിന് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരം ഒരു ന്യൂനപക്ഷ ഒരു ഗ്രൂപ്പിനെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് കാണാം. അല്ലെങ്കിൽ തന്നെ പണമില്ലാത്തതിന്റെ പ്രശ്നം സർക്കാർ വലുതായി കാണിച്ചു. അതായത് ഇപ്പം ഈ ക്ഷേമ പെൻഷനൊക്കെ അവസാനം വർദ്ധിപ്പിക്കുന്ന നിലയാണ് ഉണ്ടായത്. അതിനപ്പുറം ആളുകളെ മൊത്തം മാസിനെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമീപന പ്രശ്നമാണോ ഒരു കൊടുങ്കാറ്റായി അടിച്ചത്? അതിൽ തന്നെ CPIM എന്ന് പറയുന്ന റൂളിംഗ് പാർട്ടി എടുത്തിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഏതെങ്കിലുമൊക്കെ ഭയങ്കരമായി കൗണ്ടർ പ്രൊഡക്റ്റീവായോ? അതെന്താണ് ലീഗ് വിലയിരുത്തുന്നത്? അല്ലാതെ കൂനിന്മേൽ കുരു എന്ന പോലെ ബ്ലണ്ടേഴ്സ് ഒരുപാട് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. അതുപോലെ ഈ ആശാവർക്കർമാരുടെ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ്. ഒന്നും നടക്കുന്നില്ല. പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുക. എവിടെ കൊടുത്തു? 10 വർഷമായിട്ട് കൊടുത്തിട്ടില്ല. 10 വർഷം കഴിഞ്ഞ് പോവാൻ നേരത്ത് മാനിഫെസ്റ്റോ ഇറക്കിയിരിക്കുകയാണ്. അത് ഞങ്ങൾക്കും കഴിയില്ലേ? അവർ 2000 പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് 2500 പറയാം. എന്താ പ്രശ്നം? കാരണം പോവാൻ നേരത്ത് കൊടുക്കും എന്ന് പറഞ്ഞത് മാനിഫെസ്റ്റോ ആണ്. ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് കൊടുക്കുന്ന പറഞ്ഞു. 10 വർഷം കൊടുക്കാത്തവരാണോ ഇനി കൊടുക്കുക എന്നുള്ള ചോദ്യം വരുമല്ലോ. പിന്നെ മാക്സിമം ചെയ്യാവുന്ന എന്താ വെച്ചാൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷന് തൊട്ട് മുമ്പ് ഒരു ഗഡു കൊടുക്കാം. അത് പറ്റിപ്പാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഞങ്ങൾ മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. വെൽഫെയർ മെഷേഴ്സ് ഇതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യാം. ഞങ്ങൾ പ്രോമിസ് ചെയ്യുകയും ചെയ്യും. അതൊന്നും വെച്ച് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ആരും ചീറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് പ്രധാന ഇഷ്യൂയാണ് ഞാൻ പറഞ്ഞത്. ഭരണം ജനങ്ങൾക്ക് മടുത്തു എന്നുള്ളത്. പക്ഷെ അതിൻ്റെ മുകളിൽ കൂനിന്മേൽ കുരു എന്ന പോലെ ഇപ്പോൾ ഈ പറഞ്ഞു വന്ന ശബരിമലയുണ്ട്. അതുപോലെ തന്നെ ഒരു സമീപനമുണ്ട്, ആരോപണങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുപോലെ സാമ്പത്തിക ക്രമക്കേടുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ മേലെ വന്നിട്ടുണ്ട്.